കഴിഞ്ഞ ദിവസം വന്ന 1-2 സ്കാം റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കരിയർ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ അവരിങ്ങനെ ഒരു കുട്ടിയെ വിളിച്ചിങ്ങനെ ഒരു സംശയം ചോദിച്ചു, BBA ഏവിയേഷൻ നമുക്ക് എവിടെ പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് ചോദിച്ചു. കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവരെയൊക്കെ എറണാകുളത്തുനിന്ന് ഒരു അക്കാഡമി അവരെ വിളിച്ച് അവരെ അപ്രോച്ച് ചെയ്തായിരുന്നു. ഏകദേശം 4.5 ലക്ഷം രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 4 ലക്ഷം രൂപ എന്തായാലും കേരളത്തിൽ അത്ര എമൗണ്ട് വരില്ല, കേരളത്തിന് പുറത്താണെങ്കിലും അത്രയും വലിയൊരു എമൗണ്ട് വരാൻ സാധ്യതയില്ല, ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ എറണാകുളത്തുള്ള ഒരു അക്കാഡമിയാണ് ഇത് റൺ ചെയ്യുന്നത്. BBA ഏവിയേഷൻ കോഴ്സ് ഒരു അക്കാഡമി റൺ ചെയ്യുന്നു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. ഞാൻ അതിന്റെ ഡീറ്റെയിൽ പോയപ്പോഴാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ അക്കാഡമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ ഭാരതിയാർ യൂണിവേഴ്സിറ്റി അണ്ടർ രജിസ്റ്റർ ചെയ്യുന്ന അക്കാഡമീസ് കേരളത്തിൽ റൺ ചെയ്യണമെങ്കിൽ അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മാത്രമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഞാൻ കുട്ടിയോട് സംസാരിച്ചു. അങ്ങനെ അതിനെക്കുറിച്ചൊരു അന്വേഷണം വന്നപ്പോഴാണ് അത് സംഭവം സ്കാം ആണെന്ന് മനസ്സിലായത്. ഇങ്ങനെ കുറച്ച് സ്കാംസ് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അക്കാഡമികൾ പലതും ഡിഗ്രി കോഴ്സസ് റൺ ചെയ്യുന്നു എന്നുള്ള വ്യാജേന ഈ പറയുന്ന കുട്ടികളെ അപ്രോച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ചിലവർ വളരെ ലോ ഫീസിലായിരിക്കും, ചിലവർ ഹൈ ഫീസ് ആയിരിക്കും. നമ്മൾ ഹൈ ഫീസ് പറയുമ്പോൾ ക്വാളിറ്റി ഉള്ള കോളേജ് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. പക്ഷെ അതിലെല്ലാം സ്കാം ഉണ്ട്. ജസ്റ്റ് ഗൂഗിള്, ChatGPT, ജെമിനിയോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. എല്ലാം നല്ലതായിരിക്കണമെന്നില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി ഒന്ന് DM ചെയ്യുക. ഓക്കെ, താങ്ക് യു.